മാന്യ പ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ വ്യത്യസ്ത കാഴ്ചകളുമായാണ് ഇന്നും ചന്ദ്രലേഖ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച സ്ത്രീജനങ്ങളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. ജനുവരി 27 അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിന്റെ മാതാവായ നെല്ലി ബ്ലൈയുടെ ഓർമ്മദിനം. എലിസബത്ത് കൊച്ച്രെയിൻ എന്നാണ് നെല്ലി ബ്ലൈയുടെ യഥാർത്ഥ പേര്. 1864 അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ പീറ്റ്സ്ബർഗിൽ ജനിച്ച എലിസബത്ത് കൊച്ച്രെയിനാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള അന്വേഷണാത്മക മാധ്യമപ്രവർത്തന ശൈലിയുടെ ആദ്യകാല പ്രയോക്താവ്. ദരിദ്രർക്കും പീഡിതർക്കും വേണ്ടി നിലയുറപ്പിച്ച മാധ്യമപ്രവർത്തനമായിരുന്നു നെല്ലിയുടേത്. പീറ്റ്സ്ബർഗ് ഡിസ്പാച്ച് എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു സ്ത്രീവിരുദ്ധ ലേഖനത്തിനെതിരെ ലെറ്റർ ടു ദ എഡിറ്റർ എഴുതുന്നതോടെയായിരുന്നു തുടക്കം. നെല്ലിയുടെ ഭാഷയുടെ കരുത്തിൽ അതിശയിച്ച മുഖ്യപത്രാധിപർ എലിസബത്ത് കൊച്ച്രെയിന് പീറ്റ്സ്ബർഗ് ഡിസ്പാച്ചിൽ ജോലി നൽകി. ഇവിടെയാണ് എലിസബത്ത് കൊച്ച്രെയിൻ നെല്ലി ബ്ലൈ ആയി മാറുന്നത്. 1887 നെല്ലി സാക്ഷാൽ ജോസഫ് പുലിറ്റ്സറുടെ പത്രാധിപത്യത്തിലുള്ള ന്യൂയോർക്ക് വേൾഡിൽ ചേർന്നു. മാനസിക രോഗിയായി അഭിനയിച്ച് ബ്ലാക്ക്വെൽ സൈലന്റിലെ സ്ത്രീകളുടെ മാനസികരോഗാശുപത്രിയിൽ പ്രവേശിച്ച് രോഗികളുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്തു നൽകി നെല്ലി മാധ്യമപ്രവർത്തനത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിച്ചു. ഉന്മാദാലയത്തിലെ 10 ദിനങ്ങളെന്ന പേരിൽ പുറത്തുവന്ന നെല്ലിയുടെ റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിച്ചു. ഭ്രാന്തിന്റെ ചികിത്സ എന്ന പേരിൽ മനുഷ്യരുടെ മേൽ അരങ്ങേറിയ ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നെല്ലി ബ്ലൈ എന്ന മാധ്യമപ്രവർത്തകയെ കീർത്തിയുടെ പരകോടിയിലെത്തിച്ചു. മാനസിക രോഗാശുപത്രിയിലെ അവസ്ഥയെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സമിതി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സമിതിയെ സഹായിക്കാൻ നെല്ലി ക്ഷണിക്കപ്പെട്ടു. വലിയ ധനസഹായ പ്രഖ്യാപനമടക്കം ആശുപത്രിയുടെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ വരെയുണ്ടായി. 1882 നെല്ലി ഐതിഹാസിക ലോക പര്യടനം നടത്തിയത്. എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന സാങ്കല്പിക കൃതിയുടെ യാഥാർത്ഥ്യവൽക്കരണമായിരുന്നു നെല്ലിയുടെ യാത്ര. ഒരു പുസ്തകത്തെ പിന്തുടർന്നുള്ള ലോകത്തെ ആദ്യ ശ്രമമായി നെല്ലിയുടെ യാത്ര ചരിത്രം കുറിച്ചു. അസാമാന്യമായ ധൈര്യവും ധിഷണയുമായിരുന്നു നെല്ലി ബ്ലൈ എന്ന പ്രതിഭയുടെ കരുത്തും തിളക്കവും. പാവങ്ങൾക്കും പാർശ്വവൽകൃതർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള സന്ധിയില്ലാത്ത പോരാട്ടമായിരുന്നു നെല്ലിയുടെ മാധ്യമപ്രവർത്തനം. മനുഷ്യാവകാശ സമരങ്ങളുടെ മുന്നണി പോരാളിയായി നെല്ലിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ലോകം ഇന്നും അവരെ അനുസ്മരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കൊച്ചു പെൺനക്ഷത്രത്തെയാണ്. ശ്രീനന്ദന എന്ന കൊച്ചു കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം. ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ശ്രീനന്ദന. ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവർ ലേഡി ഓഫ് മേഴ്സി ആരു. എൻ്റെ വീട് തോപ്പുംപടിയിലാണ്. എൻ്റെ വീട്ടിൽ അമ്മ, ഞാൻ, ചേച്ചി എന്നിവരാണ് ഉള്ളത്. ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഡാൻസ് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഡാൻസിലോട്ടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. 2nd സ്റ്റാൻഡേർഡിലാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത്. പിന്നെ ഞാൻ കുറേ അമ്പലത്തിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതൽ പ്രൈസ് കിട്ടാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം അതുപോലെ തന്നെ സ്റ്റേറ്റിൽ കളിക്കാൻ പോണേ ഉള്ളൂ. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേറ്റിൽ പോയത് ഭരതനാട്യത്തിന്. അന്ന് എനിക്ക് A ഗ്രേഡ് കിട്ടിയായിരുന്നു. അതെനിക്ക് വലിയൊരു അംഗീകാരമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെയാണ് ഡാൻസിന് പോകാറുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു 2-3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് രാത്രി ആകുമ്പോൾ വീട്ടിലേക്ക് പോകും. പിന്നെ രാത്രിയാണ് 10th ആയതുകൊണ്ട് എല്ലാം പഠിച്ചൊക്കെ തീർക്കണത്. പിന്നെ പോരാത്ത രാവിലേക്ക് എഴുന്നേറ്റ് പഠിച്ച് തീർക്കും. വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. മെയിനായിട്ട് എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കസിൻസൊക്കെ അവരെല്ലായിടത്തും കൊണ്ടുപോകാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് കാരണം മാത്രമാണ് എനിക്കിങ്ങനെ തുടർച്ചയായിട്ട് ഡാൻസൊക്കെ പഠിക്കാൻ പറ്റുന്നത്. എനിക്ക് വലുതാകുമ്പോൾ ഒരു നല്ല ഡാൻസർ ആവാൻ ആഗ്രഹം. അതിനുവേണ്ടി എനിക്ക് +2 കഴിയുമ്പോൾ കലാക്ഷേത്രയിൽ പോയി പഠിക്കാനാണ് ആഗ്രഹം. കലോത്സവ വേദികളിൽ കാണാൻ കഴിയുന്നത് നമുക്ക് ഒരുപാട് നല്ല ഡാൻസുകളൊക്കെ കാണാൻ പറ്റും. അത് കണ്ട് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡാൻസൊക്കെ. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെ നമ്മുടെ. കലോത്സവ വേദികളിൽ ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ഐറ്റത്തിനും ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും സെക്കൻഡ് ആണെങ്കിൽ ഞങ്ങൾ അപ്പീൽ കൊടുത്ത് പോകാൻ നോക്കും.
അതുപോലെ തന്നെ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭരതനാട്യം, സെക്കൻഡ് ആയിരുന്നു. ഞാൻ അപ്പീൽ കൊടുത്ത് എനിക്കത് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് ഞാനതിന് കളിക്കാൻ പോവുകയാണ്. കലോത്സവത്തിന് പോകുമ്പോഴേക്കും മെയിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഡാൻസ് ക്ലാസ്സിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകാറുള്ളത്. അവിടെ ഭയങ്കര പേടിയായിരിക്കും കളിക്കുന്നവരെ, എന്തായിരിക്കും റിസൾട്ട്, അതൊക്കെ ഞങ്ങൾ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കാറുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും വെറുതെ കൂളായിട്ട് പ്രൈസൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും. పలుగే బంగారమయ్యే పిలి చీర పలుగవేణి పలుగే బంగారమయ్యే పిలి చీర పలుగవేణి పలుగే బంగారమయ్యే. എന്നെ ഒരു ടീച്ചറായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അത് 1 വർഷം പഠിപ്പിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് വന്ന സുബേഷ് സാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ എന്ത് കാര്യത്തിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ സാറാണ്. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. സാറ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് തന്നെ. അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് മാനുണ്ട് മുരുകൻ മാഷ്, എനിക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ട്. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് മഞ്ജു വാര്യരാണ്. കാരണം അവർ ആക്ടിങ്ങും ഡാൻസും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ആക്ട്രസ്സാണ് അവർ. അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം. മഞ്ജു വാര്യരെ നേരിട്ട് കാണുവാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കണേ എങ്ങനെ ഇങ്ങനെ ആക്ടിങ്ങും ഡാൻസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിന് ഒരു വലിയൊരു കഴിവാണ്. ഡാൻസിൽ ഞാൻ ഭരതനാട്യം, നാടോടിനൃത്തം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം പഠിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭരതനാട്യമാണ് ചെയ്യാനായിട്ട് കൂടുതൽ. ഭരതനാട്യത്തിന് ഭയങ്കര സ്റ്റിഫായിട്ട് ചെയ്യണം, പിന്നെ അഭിനയത്തിൽ ഒതുക്കം വേണം. അതുപോലെ തന്നെ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഭരതനാട്യം. അതിന് ഓരോന്നിനും ഓരോന്നായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഭരതനാട്യമാണ്. നാടോടിനൃത്തം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചാടിയും അഭിനയിച്ചും നന്നായിട്ടുള്ള അഭിനയമായിരിക്കും അതിന് മെയിനായിട്ട് വേണ്ടത്. എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വലിയൊരു ആഗ്രഹമാണ് +2 കഴിഞ്ഞാൽ കലാക്ഷേത്രയിൽ പോകണമെന്ന്. അവിടെ പോയി നന്നായിട്ട് പഠിച്ചിറങ്ങണം. അവിടെ 3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് PGക്ക് കിട്ടണമെങ്കിൽ തന്നെ അതൊരു കച്ചേരി പോലെയുണ്ട്. അതിന് നന്നായിട്ട് കളിച്ചാൽ മാത്രമേ അതിന് കിട്ടുള്ളൂ. അത് കഴിഞ്ഞൊരു 6 വർഷം ഫുൾ പഠിച്ച് തീർക്കണം എന്നാണ് എൻ്റെ വലിയൊരാഗ്രഹം കലാക്ഷേത്രയിൽ. ഞാൻ ചെറുപ്പം തൊട്ടേ ഡാൻസ് കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചെറുതിലെ ഇങ്ങനെ നന്നായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ പാരൻസൊക്കെ വന്ന് പറയുമായിരുന്നു, എന്ത് നല്ല മിടുക്കി കുട്ടിയാണല്ലോ, നന്നായിട്ട് കളിക്കണ്ടല്ലോ എന്നൊക്കെ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു അംഗീകാരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൂടുതൽ ഡാൻസിലോട്ട് അടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അംഗീകാരമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ ഭയങ്കരമായിട്ടും ചെയ്യാൻ തോന്നി, ഡാൻസിനോട് കൂടുതൽ അടുക്കാൻ തോന്നിയത് അപ്പോഴാണ്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് മുമ്പേ 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ നോമ്പൊക്കെ എടുക്കാറുണ്ട്. എല്ലാ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഭയങ്കര പ്രാർത്ഥനയോടെ മാത്രമാണ് കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറാറുള്ളൂ. എനിക്ക് നല്ലൊരു ഡാൻസർ ആവണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിനെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നല്ലൊരു ഭാവി, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രാർത്ഥന. അതെനിക്ക് എങ്ങനെയെങ്കിലും അതെനിക്കൊന്ന് സാധിക്കണം. എനിക്ക് ഏറ്റവും വലിയ ഡാൻസർ ആവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കലോത്സവ വേദികളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് ചിലപ്പോൾ വാശിയായിട്ടൊക്കെ തന്നെ മാറാറുണ്ട്. ചിലപ്പോൾ കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യണവർ. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കലയാണ് അത്. നമ്മുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണതാണ്. പക്ഷേ ചിലവരൊന്നും അങ്ങനെ ഓർക്കാറില്ല. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കലോത്സവ വേദിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ പോകാറുള്ളത്. పలుగే బంగారమయ్యే పిలి చీర పలుగవేణి పలుగే బంగారమయ్యే పిలి చీర పలుగవేణి పలుగే బంగారమయ్యే పిలి చీర పలుగవేణి కలలోని నామ స్మరణ మరవచ్చకది కవి కలలోని స్మరణ మరవచకది కాని పలుగే బంగారమయ్యే పిలి చీర పలుగవేణి కలలోని నామ స్మరణ మరవచకని కాని పలుగే 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 బంగారమయ్యిన కోదండపడి పలుగే
ಬಂಗಾರಮಯನ ಬಾಡಿ ಪಲುಗೆ ಬಂಗಾರಮಯನ ഡാൻസിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട മുദ്രകളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. പതാക, ത്രിപതാക, അർദ്ധപതാക, കർത്തരീമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, സുഗതുണ്ടം, മുഷ്ടി, ശിഖരം, കപിത്വം, കടകാമുഖം, 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 സൂചി, ചന്ദ്രകല, പത്മകോശം, സർപ്പശിരസ്, മൃഗശീർഷം, സിംഹമുഖം, കാങ്കൂലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സംതംശം, മുകുളം, താമരച്ചൂടം, തൃശൂലം. മെയിനായിട്ട് ഇത്രയും മുദ്രകളാണ് ഉപയോഗിക്കുന്നത്. മുദ്രകൾ എന്ന് പറഞ്ഞാൽ ഓരോ മുദ്രയ്ക്കും അതിൻ്റേതായ അർത്ഥമൊക്കെ ഉണ്ട്. അത് അറിഞ്ഞ് വേണം പഠിക്കാൻ. ഓരോ ഡാൻസ് ചെയ്യുമ്പോഴും അത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാനേ പറ്റത്തില്ല. ചെയ്താൽ തന്നെ അത് തെറ്റായിരിക്കും. അതുകൊണ്ട് മുദ്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം. സ്ത്രീകളെ സഹായിക്കുന്ന നിയമങ്ങൾ നിരവധിയുണ്ടെങ്കിലും പലപ്പോഴും നാം അതൊന്നും അറിയാറില്ല. സ്ത്രീകളെ നിയമത്തിൽ ബോധവൽക്കരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് അടുത്തത്. ഞാൻ അഡ്വക്കേറ്റ് വഹീദ ബാബു, കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പൊതുവെ നമ്മൾ സ്ത്രീകൾ നിയമമേഖലയിൽ ഒത്തിരി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകൾക്ക് നിയമത്തെ പറ്റി കൂടുതൽ സ്ത്രീകൾക്ക് ഫേവറബിളായിട്ടുള്ള നിയമങ്ങളെപ്പറ്റി ഉള്ള അറിവ് കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ഡിസ്കഷൻ ആവാം. ആദ്യമായി നിയമങ്ങളെപ്പറ്റി, സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒത്തിരി പ്രൊവിഷൻസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമുക്ക് തന്നെ പ്രദാനം ചെയ്യുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലുമുള്ള സമത്വം, വ്യക്തിയുടെ അന്തസ്സ് മുതലായവയാണ്. നമ്മുടെ ഭരണഘടനയിൽ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അതിൽ ആർട്ടിക്കിൾ 14 to 18 സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ചൂഷണത്തിനും എതിരായിട്ടുള്ള അവകാശങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 14 പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അതായത് നിയമത്തിന് മുമ്പാകെ സമത്വമോ നിയമങ്ങളുടെ സമമായ സംരക്ഷണമോ നിഷേധിക്കാൻ പാടുള്ളതല്ല. അതനുസരിച്ച് സ്ത്രീയെന്നോ പുരുഷനെന്നോ വിവേചനമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യനീതി പ്രദാനം ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ്, കാസ്റ്റ്, റിലിജിയൻ എക്സെട്ര. അതായത് ലിംഗത്തിൻ്റെ അടിസ്ഥാനമാക്കി there shall not be any discrimination from the part of the state. അതിൽ തന്നെ ആർട്ടിക്കിൾ 15(3) ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 15 ലിംഗത്തിൻ്റെ ബേസിസിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫേവറബിളായിട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാനായിട്ടുള്ള പവർ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന. അതനുസരിച്ചാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ത്രീപക്ഷ നിയമങ്ങളും നമ്മുടെ ലെജിസ്ലേച്ചർ ആസ് വെൽ ആസ് എ പാർലമെൻറ്റ് ഉണ്ടാക്കുകയും
അത് നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത്. ആർട്ടിക്കിൾ 15(3) പ്രകാരം ഉള്ള അധികാരം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഒത്തിരി നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായിട്ടുണ്ട്. ആ നിയമങ്ങളെപ്പറ്റി ഒരു വിശകലനം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഉള്ള മറ്റ് ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകളെയും കൂടി ഒന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 21 നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമം വഴിയല്ലാതെ ഒരാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കുവാൻ പാടില്ല. ആർട്ടിക്കിൾ 22 പറയുന്നത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അതായത് നമ്മളെ എന്തെങ്കിലും ഒരു ഒഫൻസിന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ചില അവകാശങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള അതിൻ്റെ ഗ്രൗണ്ട്സ് അറിയാനുള്ള അവകാശമുണ്ട്. പിന്നെ നമ്മളെ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു ആ കാരണം അറിഞ്ഞതിന് ശേഷം ഒരു വക്കീലിനെ വെച്ച് ആ കാര്യങ്ങളെല്ലാം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. 24 മണിക്കൂർ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം 24 മണിക്കൂറിനകം ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുവാനും മറ്റുമാണ് ഈ ആർട്ടിക്കിൾ 21 എന്നുകൊണ്ടുള്ള വ്യവസ്ഥ കൊണ്ട് അനുശാസിക്കുന്നത്. പിന്നെ ആർട്ടിക്കിൾ 23 അടുത്ത ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 23 ചൂഷണത്തിന് എതിരായി, അതായത് മനുഷ്യ കച്ചവടവും നിർബന്ധിച്ച് പണി ചെയ്യിക്കലും, ദാറ്റ് ഈസ് ബോണ്ടഡ് ലേബർ, അതിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. സ്ത്രീകളെ സംബന്ധിക്കുന്ന നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാറുണ്ട്. ഈ ആഴ്ചത്തെ പ്രധാന സ്ത്രീ വാർത്തകളാണ് അടുത്ത സെഗ്മെന്റ്. നൃത്തതാരകം മൃണാളിനി സാരാഭായ് ഓർമ്മയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൃണാളിനി സാരാഭായിയുടെ അന്ത്യം ജനുവരി 21 രാവിലെ 10:10 മരണസമയത്ത് മകൾ മല്ലിക സാരാഭായിയും മറ്റു ബന്ധുക്കളും അടുത്തുണ്ടായിരുന്നു. ലാളിത്യത്തിന്റെ താളവുമായി ഭാഷയ്ക്കും അതിർത്തികൾക്കും മീതെ സഞ്ചരിച്ച ചിലങ്കയാണ് മൃണാളിനി സാരാഭായിയുടേത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ സാന്നിധ്യത്തിൽ ശാന്തിനികേതനിൽ ചിലങ്കയണിഞ്ഞ മൃണാളിനി പിന്നീട് ഭരതനാട്യവും കഥകളിയും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരമ്പരാഗത നൃത്തമേഖലകളിലെ നക്ഷത്രമായി. 1918 മെയ് 11 പാലക്കാട് ആലക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച മൃണാളിനി സാരാഭായിയെ സാമൂഹിക ബോധത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്ന അമ്മ അമ്മു സ്വാമിനാഥനായിരുന്നു. നൃത്താവതരണത്തിനായി ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായിയെ പരിചയപ്പെടുന്നതും അടുപ്പത്തിലായതും. വിവാഹശേഷം അഹമ്മദാബാദിലെത്തിയ മൃണാളിനിയോട് നൃത്തപഠനത്തിനായി ദർപ്പണ അക്കാദമി സ്ഥാപിക്കാമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതും വിക്രം സാരാഭായ് തന്നെയായിരുന്നു. 1949 സ്ഥാപിച്ച ദർപ്പണയിലൂടെ കൈവന്ന അമൂല്യമായ ശിഷ്യസമ്പത്ത് മൃണാളിനിയെ എല്ലാവരുടെയും അമ്മയാക്കി. പരമ്പരാഗത ചിട്ടവട്ടങ്ങളിൽ ഉറച്ചു നിന്നപ്പോഴും സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന നൃത്താവിഷ്കാരങ്ങളായിരുന്നു മൃണാളിനിയുടേത്. 1965 പത്മശ്രീയും 1992 പത്മഭൂഷണും നൽകി രാജ്യം മൃണാളിനിയെ ആദരിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയിൽ നിന്നും ദർപ്പണയുടെ ചുമതല മകൾ മല്ലിക സാരാഭായ് ഏറ്റെടുത്തത്. പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ നൃത്തവേദിയുടെ താളവും ലയവുമായിരുന്ന ഈ അമ്മയ്ക്ക് ചന്ദ്രലേഖയുടെ ആദരാഞ്ജലികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിന്റെ രജിസ്ട്രേഷന് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ഷിഫ്ന എത്തിയത് അവസാന നിമിഷം. ആശുപത്രി കിടക്കയിൽ നിന്നാണ് ഷിഫ്ന കലോത്സവ വേദിയിലെത്തിയത്. ഭക്ഷണം പോലും കഴിക്കാൻ വയ്യ, എന്ത് കഴിച്ചാലും അതേപോലെ വെള്ളം കുടിച്ചാൽ പോലും തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഇത്തിരി സീരിയസ് ആയി ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ഇന്ന് ഏകദേശം ഈ സമയം വരെ കൊണ്ടെത്തിച്ചു. അസുഖം മറന്ന് മിമിക്രി വേദിയിലെത്തി മിന്നുന്ന പ്രകടനം. അമ്മയുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് വൈകല്യങ്ങൾ മറന്ന് ഷിഫ്നയ്ക്ക് ശബ്ദാനുകരണ കലയിൽ മിന്നുന്ന താരമാകാൻ കഴിഞ്ഞത്. എന്തെങ്കിലും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയാൽ ഷിഫ്നയ്ക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ആദ്യം എൻ്റെ ഉമ്മേനെ കാണണമെന്നാണ് ആഗ്രഹം. പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഷിഫ്ന. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മോണോ ആക്ട് കലാകാരി നൗഫിയയെ നമുക്കൊന്ന് കാണാം.
പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വച്ച പാത്രം വൃത്തിയാക്കി വച്ചു. പൂച്ചേ. പൂച്ചകൾ പമ്മി പമ്മി വരും 4 കാലിൽ. ആരും കാണാതെ സ്വന്തം കാര്യം സാധിച്ച് മടങ്ങിപ്പോകും. അപ്പോൾ സ്ത്രീകളോ? അതെ, ഞാൻ കള്ളിയാ. അല്ലേലും ചേട്ടാ ഇങ്ങനെയാ, എന്തിനും ഏതിനും എന്നെ പഴിച്ചുകൊണ്ടേയിരിക്കും. സ്വഭാവത്തിൽ സ്ത്രീകളും പൂച്ചകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നൗഫിയ ഇങ്ങനെയാണ് സാധൂകരിക്കുന്നത്. പെണ്ണിന്റെ ജന്മം എന്ന് വെച്ചാ ഒരു ശാപാണെന്നോ? അതൊക്കെ പണ്ട്. എന്നാൽ നൗഫിയ ഒരു സ്ത്രീ വിരോധിയാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളെ ആണെങ്കിൽ പ്രണയബന്ധങ്ങളിലൂടെ പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിലൊന്നും വീഴാതെ വഴുതി മാറുകയാണ് സ്ത്രീകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ മോണോ ആക്ട് എടുത്തത്. മോണോ ആക്ട് മത്സരത്തിൽ പരീക്ഷണത്തിന് തയ്യാറായതുകൊണ്ടാണ് നൗഫിയയുടെ പ്രകടനം വ്യത്യസ്തമായത്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.